ഹലോ എവരിവൺ, നമ്മളിന്ന് ഓടിക്കുന്ന വണ്ടി നിസാൻ മാഗ്നൈറ്റ് ആണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് നമ്മളിന്നിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിസാൻ മാഗ്നൈറ്റിൻ്റെ കാര്യമാണ്. ഒരു സമയത്ത് സണ്ണി ചേട്ടനും മൈക്രോമോളും ഇവാലിയ ചേച്ചിയും ടെറാനോ മാവനും അതുപോലെ തന്നെ എക്സ്ട്രൈൽ അങ്കിളും അതുപോലെ ടിയാൻ ആൻറ്റിയൊക്കെ ഉള്ളൊരു വലിയൊരു കുടുംബമായിരുന്നു. പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ അവരൊക്കെ പോയി വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് കുറച്ച് അകന്ന ബന്ധുക്കളായിട്ട് കുറച്ച് ഡാറ്റ്സണുകൾ മാത്രമായി അവസാനമായപ്പോഴത്തേക്കും. അതിലിപ്പോൾ എക്സ്ട്രൈൽ അങ്കിൾ മാത്രം കുറേ കാലം വിദേശത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ വലിയ ഗുണമൊന്നും പിടിച്ചിട്ടില്ല. നമുക്കിനി പുള്ളിയുടെ ഇന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്താണല്ലേ പറഞ്ഞു വരുമ്പോൾ ഒരു സമയത്ത് 370സിയും GTRും വരെ ഇന്ത്യയിൽ വിറ്റിട്ടുള്ളൊരു കമ്പനിയാണ് നിസാൻ. ഇന്നിപ്പോൾ ക്ഷയിച്ച് ഈ ഒരവസ്ഥയിലായി. പക്ഷേ എന്നാലും ഈ മാഗ്നൈറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ പ്രോഡക്റ്റ് വെച്ചിട്ട് അവർ സർവൈവ് ചെയ്യുന്ന ആലോചിക്കുമ്പോൾ നമുക്കിപ്പോഴും ഭയങ്കര ഒരു അതിശയമാണ്. കാരണം ഓക്കെ, കേപ്പബിൾ പ്രോഡക്റ്റാണ്. ഇറങ്ങിയ സമയത്ത് 32,000 ബുക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സക്സസ്ഫുൾ പ്രോഡക്റ്റാണ്. പക്ഷേ എന്നാലും അതിന് വേണ്ട രീതിയിലൊരു അപ്ഡേറ്റ് കൊണ്ടുവരാണ്ട് ഇത്രയും കാലം ഒരൊറ്റ പ്രോഡക്റ്റും വെച്ചുകൊണ്ട് ഒരു കമ്പനി സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എന്നാലും മാഗ്നൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് കുറേ കാലമായിട്ട് മാർക്കറ്റിലുണ്ട്. നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അധികം. നമ്മളിതുപോലെ വീഡിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞൊരു മാസമായിട്ട് ഐ ബീൻ ലിവിങ് വിത്ത് ദിസ് കാർ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ളൊരു ഒപ്പീനിയൻ നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. മിക്സ്ഡ് ഒപ്പീനിയനാണ്. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാവും, കുറേ കാര്യങ്ങളൊക്കെ വളരെ അനോയിങ് ആയിട്ട് തോന്നും. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ. ഇത് മാഗ്നൈറ്റ് AMT ആണ്. ഇത് ഓടിച്ചവർക്ക് അറിയാം, വളരെ അനോയിങ് ആണ്. നമ്മൾ തുടക്കത്തിലെടുത്ത് ഓടിക്കുന്ന സമയത്ത് ഇറ്റ് ഫീൽസ് വിയേർഡ്. കാരണം ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഇങ്ങനെ നീങ്ങി തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ക്ലച്ച് എൻഗേജ്മെൻറ്റ് AMTയുടെ യൂഷ്വൽ ലാഗ് നമുക്കറിയാം. ഒരു ചെറിയൊരു ഹെഡ് ബോബും സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ മാഗ്നൈറ്റിൻ്റെ ക്ലച്ച് എൻഗേജ്മെൻറ്റ് വളരെ സ്ലോ ആണ്. ആസിൻ നമ്മളൊരു സ്ലോപ്പിലൊക്കെ നിന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വണ്ടി നീങ്ങിയില്ലേ എന്നൊക്കെ ഉള്ളൊരു സംശയം വരും. നമ്മളിപ്പോൾ വേറൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ നിന്ന് കയറിയിട്ട് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വിയർഡായിട്ട് തോന്നും. ബട്ട് ദെൻ യു ഗെറ്റ് യൂസ് ടു ഇറ്റ്. ഇപ്പോൾ പല ഫസ്റ്റ് ടൈം ബയേഴ്സാണ് ഈ വണ്ടിയുടെ പൊതുവേ വാങ്ങിക്കുന്ന ആൾക്കാർ. അവർക്ക് അറിയണ്ടാവില്ല ചിലപ്പോൾ വേറെ ബെറ്റർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് അപ്പുറത്തുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ പ്രൈസ് പോയിൻ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. കാരണം ഏറ്റവും ചീപ്പസ്റ്റ് കോമ്പാക്റ്റ് SUVകളിൽ ഒന്നിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊടുക്കുന്നത് ഇവരാണ്. ഇൻഫാക്ട് നിസാൻ 2 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ചോയ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇതിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിന് അവർ CVT കൊടുക്കുന്നുണ്ട്. ഇത് നാച്ചുറൽ ആസ്പിറേറ്റഡ് വേർഷനാണ്. ഇതിൻ്റെ കൂടെയാണ് അവർ ഈ AMT കൊടുക്കുന്നത്. പ്രൈസ് പോയിൻറ്റും വളരെ അട്രാക്റ്റീവാണ്. ഒരു 7,70,000 ഓൺ റോഡിനൊക്കെ നമുക്ക് ഈ വണ്ടി കിട്ടും. അതായത് മാനുവൽ വേർഷനിലും ഒരു 50,000 രൂപ 60,000 രൂപയെ കൂടുതലേ ഉള്ളൂ പ്രീമിയം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയുടെ പ്രൈസ് പോയിൻറ്റും കൂടി കൺസിഡർ ചെയ്യണം ഇത് വാല്യൂറ്റ് ചെയ്യുമ്പോൾ എന്നുള്ളത് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഒരു തരത്തിൽ ഒരു ഫസ്റ്റ് ടൈം ബയ്യർ ഒരാൾ ആദ്യമായിട്ട് പോയിട്ടൊരു കാർ വാങ്ങിക്കുമ്പോൾ അയാൾക്കൊരു നല്ലൊരു പ്രൈസ് പോയിൻറ്റിൽ ഒരു കോമ്പാക്റ്റ് SUV വേണമെന്നുണ്ടെങ്കിൽ മേ ബി ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡ്രോബാക്സ് ഒക്കെ നമുക്ക് വീഡിയോയിൽ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു വരാം. മാഗ്നൈറ്റ് സ്റ്റാർട്ട് ഓഫ് ചെയ്തത് ഒരു ഡാറ്റ്സൺ ആയിട്ടാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റൈലിംഗ് കണ്ടാൽ അറിയാൻ പറ്റും. കാരണം ആ ഫ്രണ്ടിലത്തെ ആ ഗ്രില്ലും യൂഷ്വലി നമ്മൾ ഡാറ്റ്സണിലൊക്കെ കാണുന്ന പോലത്തെ കുറേ സ്റ്റൈലിംഗ് എലമെൻറ്റ്സ്, ഇപ്പോൾ റെഡിഗോയിൽ കണ്ട പോലത്തെ L ഷേപ്ഡ് ആയിട്ടുള്ള DRലൊക്കെ ഇറ്റ് സ്ക്രീംസ് ഡാറ്റ്സൺ. അതിൽ ലാസ്റ്റ് പോയിന്റിൽ അവർ 2022 ആകുമ്പോഴത്തേക്കും അവർ ഡാറ്റ്സൺ ബ്രാൻഡിനെ കിൽ ഓഫ് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രം അവരിതിനെ ഡാറ്റ്സൺ എന്ന് വിളിക്കാണ്ട് അവർ ഇതിന് നിസാൻ ബാഡ്ജിങ് കൊടുത്തു എന്നുള്ളൂ. ഇത് ബേസ് ചെയ്തേക്കുന്നത് നിസാൻ്റെ CMFA എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. CMFA എന്ന് പറയുന്നത് റെഡിഗോയുടെയും അതുപോലെ തന്നെ ക്വിഡിൻ്റെ ഒക്കെ പ്ലാറ്റ്ഫോമാണ്. ഇത് CMFA പ്ലസ് ആണ്. അതായത് പ്ലസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടിയും വൈഡർ പ്ലാറ്റ്ഫോമാണെന്നുള്ളതാണ്. അതായത് നമ്മുടെ റെനോ ട്രൈബറിൻ്റെയും കൈഗറിൻ്റെയൊക്കെ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ്. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് ട്രൈബറാണ് ആ പ്ലാറ്റ്ഫോമിൽ. അത് കഴിഞ്ഞിട്ട് കൈഗറും വന്നു, മാഗ്നൈറ്റും വന്നു. ഇത് തുടക്കം തൊട്ടേ ഒരു സബ് 4 മീറ്റർ SUV ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തേക്കണമുണ്ട്. ഇതിൻ്റെ പ്രപ്പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ബാങ് ഓൺ ആണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു SUV ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇൻഫാക്ട് ഇതിൻ്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വീൽ ബേസൊക്കെ ഒരു കോമ്പാക്റ്റ് SUV ഇപ്പോൾ നമ്മുടെ വെന്യോ അല്ലെങ്കിൽ ഒരു ബ്രസൈഡൊക്കെ ആയിട്ട് വളരെ കമ്പയറബിൾ ആണ്. 2500 mm വീൽ ബേസ് ഉണ്ട്. പക്ഷേ വീൽ ബേസും ലെങ്ത്തും മാത്രമുള്ള വണ്ടികളായിട്ട് കമ്പയറബിൾ. വിഡ്ത്തും ഹൈറ്റും ഒക്കെ ശരിക്കും കുറവാണ്. പക്ഷേ അതിൻ്റെ സ്റ്റൈലിംഗ് കോംപ്രമൈസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. വളരെ ആംഗുലറാണ്. ഫ്രണ്ട് എൻഡ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. സൈഡ് പ്രൊഫൈൽ കണ്ടാലും പ്രൊപ്പോർഷനേറ്റ് ആണ്. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ C പില്ലറിന് അവിടെ നോക്കുകയാണെങ്കിലും ആ ഒരു ഡ്യുവൽ ടോണിന് വേണ്ടിയിട്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നതും അതുപോലെ തന്നെ ഒരു സ്പോയിലറിലെ ആ ഒരു കട്ടും അതുപോലെ 16 ഇഞ്ച് വീൽസും അങ്ങനെ എല്ലാം കൂടി ഒരു പ്രൊപ്പോർഷനായിട്ട് ഒരു ഫീൽ ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തുടക്കത്തിൽ തൊട്ട് എനിക്ക് ഈ വണ്ടി കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ തുടക്കത്തിൽ അത്രയും ബുക്കിംഗ്സ് ഒക്കെ വന്നതും ആൾക്കാർ ഈ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഒരു സ്റ്റൈലിംഗ് എക്സസൈസ് എന്നുള്ള രീതിയിൽ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സൈഡിലെ ക്ലാഡിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനൊരു ഡ്യുവൽ ടോൺ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ക്രോം ബിറ്റ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ കൊടുത്തേക്കുന്നതും അതുപോലെ ഗ്രില്ലിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും അതിനൊക്കെ ഒരു അപ്പീലുണ്ട്. ഉള്ളിലേക്ക് വരികയാണെങ്കിലും ഒരു നല്ല വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡാണ്. ഇവിടെ ഒരു 7 ഇഞ്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ വളരെ രസമാണ്. ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് ആനിമേഷനൊക്കെ വളരെ നല്ലതാണ്. അത് കഴിയുമ്പോൾ അത് കുറച്ചും കൂടി ഒരു കാർട്ടൂണിഷ് ഒരു ലുക്ക് ആൻഡ് ഫീലിലേക്ക് പോകുന്നുണ്ട്. കാരണം ഈ സൈഡിലുള്ള ഫ്യൂൽ ഗേജും അതുപോലെ ടെമ്പറേച്ചർ ഗേജായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ഒരു പണ്ടത്തെ ആനിമേഷനിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഗ്രാഫിക്സാണ് അതിന് കൊടുത്തേക്കുന്നത്. പക്ഷേ അഗെയിൻ ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി സ്ക്രീൻ. ഇവിടെ ഒരു 8 ഇഞ്ച് സ്ക്രീൻ നമുക്ക് വേറെ വരുന്നുണ്ട്. അതിൽ വയർലെസ് ആപ്പിൾ കാർ പ്ലേ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്.
സൗണ്ട് ക്വാളിറ്റി വലിയ രസമൊന്നുമില്ല, പക്ഷേ എന്നാലും ഫോർ ദ പ്രൈസ് ഇറ്റ്സ് ഓക്കെ. അതിൻ്റെ താഴെ നമുക്ക് 3 AC-യുടെ നോബ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെറിയൊരു മോണോക്രോമാറ്റിക് ഒരു LCD ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ടെമ്പറേച്ചറും കാണിക്കുന്നതുകൊണ്ട് ഇറ്റ് ലുക്സ് ലൈക്ക് ഒരു പ്രീമിയം കാറിൽ നിന്ന് പ്ലഗ് ചെയ്ത് വെച്ച പോലത്തെ കുറേ ഫീച്ചേഴ്സാണ്. ഓവറോൾ ഡാഷ്ബോർഡ് കാണാൻ നല്ല നീറ്റാണ്. ലാംബോർഗിനി സ്റ്റൈൽ വെൻസ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ താഴെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു കൺസോൾ നമുക്ക് എല്ലാ CMFA വണ്ടികളിലും കാണാൻ പറ്റും. ഇപ്പോൾ ഡ്രൈവറിൽ നോക്കിയാലും കൈഗറിൽ നോക്കിയാലും ഈ ഒരു ലോവർ ഹാഫ് ഓൾമോസ്റ്റ് സിമിലറാണ്. നമുക്ക് ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ചുറ്റും ഒരു ജ്വൽഡ് എഫക്റ്റ് പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് നമുക്ക് ഈ ട്രാൻസ്മിഷൻ ഉണ്ട്, ഇവിടെ 2 കപ്പ് ഹോൾഡർ ഉണ്ട്, ഇവിടെ ഒരു ആംറസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ആംറസ്റ്റിൻ്റെ അകത്ത് സ്റ്റോറേജ് ഒന്നുമില്ല. നമുക്ക് പറയുമ്പോൾ ഇത്രയും തിക്കായിട്ടുള്ള ഒരു ആംറസ്റ്റാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ആൻ ആംറസ്റ്റ്. പക്ഷേ എന്നാലും ഓവറോൾ ക്യാബിനിൽ കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഡോർ പോക്കറ്റ്സ് ഒക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്. ഗ്ലൗ ബോക്സ് ഈസ് സഫിഷ്യൻലി ലാർജ്. അതുപോലെ ബാക്കിലേക്കൊക്കെ പോയാലും നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോറേജ് കാണാൻ പറ്റും. എനിക്ക് ഈ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ഡെനിം പോലത്തെ ഒരു മെറ്റീരിയലാണ്. അത് ഡോർ പാഡുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഹാൻഡ് ബ്രേക്കിനൊക്കെ ഒരു സ്റ്റിച്ച് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗിന് ഒരു ലെതർ റാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജനറൽ എർഗണോമിക്സ് ഒന്നും വലിയ കുറ്റം പറയാനില്ല. അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷനാണ്. നമുക്ക് ഈ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാഷ്ബോർഡിൻ്റെ മുകളിലേക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. ചിലർക്ക് ഇപ്പോൾ ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഡാഷ്ബോർഡ് ഇത്തിരി ഹൈ ആയിട്ട് സെറ്റ് ചെയ്തേക്കണ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കതൊരു പ്രശ്നമായിട്ടേ തോന്നില്ല. സീറ്റ്സൊക്കെ അഡിക്വേറ്റ്ലി വൈഡാണ്. വലിയ കംഫർട്ടബിൾ സീറ്റൊന്നുമല്ല, പക്ഷേ എന്നാലും ദെൻ ഇറ്റ്സ് ഓക്കെ. ബാക്ക് സീറ്റിലും നമുക്ക് ആവശ്യത്തിന് ലെഗ് റൂമൊക്കെ ഉണ്ട്. വിട്ടില്ല, അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ഉള്ളത്. നമുക്ക് 2 പേർക്ക് ഇരിക്കാനുള്ള വീതിയേ ഉള്ളൂ കഷ്ടി. അതുപോലെ തന്നെ സ്ക്വാബ് ലെങ്ത്തും നമുക്ക് ഇത്തിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അണ്ടർതൈ സപ്പോർട്ട് കുറവുള്ള തോന്നും ബാക്കിലിരിക്കുമ്പോൾ. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളൊരു വാഗണാറൊക്കെ മേടിക്കാൻ പോകുന്ന ഒരാൾക്ക് ദിസ് ഇസ് സ്റ്റിൽ ആൻ അപ്ഗ്രേഡ്. മാത്രമല്ല ഇപ്പോൾ ഈ സെഗ്മെൻറ്റിലുള്ള മറ്റു വണ്ടികൾ ഇപ്പോൾ പഞ്ചൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിലും ബാക്ക് സീറ്റ് അത്ര വലിയ അക്കോമഡേറ്റിംഗ് ഒന്നുമല്ല. സോ ദിസ് ഇസ് കമ്പയറബിൾ. ബൂട്ട് സ്പേസ് 336 ലിറ്റേഴ്സ് ആണ്. അതുപോലെ നമുക്ക് 60-40 സ്പ്ലിറ്റ് വരുന്നുണ്ട്. നമുക്കപ്പോൾ അതുകൊണ്ട് ബാക്കിൽ അത്യാവശ്യം പ്രാക്ടിക്കാലിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം. പല വണ്ടികളിലും ഇപ്പോൾ നമ്മൾ ക്രെറ്റയിലൊക്കെ നോക്കുകയാണെങ്കിലും പാസഞ്ചർ സൈഡിൽ നമുക്ക് പലപ്പോഴും റിക്വസ്റ്റ് സെൻസർ ഉണ്ടാവില്ല ഡോറിന്. ഇതിൽ നിസാൻ കാര്യങ്ങളൊന്നും സ്കിം ചെയ്തില്ല. നമുക്ക് പാസഞ്ചർ സൈഡ് ഡോറിനും റിക്വസ്റ്റ് സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ പറയുമ്പോൾ ഒരു വലിയ കോസ്റ്റ് കട്ടിംഗ് ഒന്നും അവിടെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു മിററൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ചീപ്പ് ഗ്രേഡാണ്. അതുപോലെ ഈ മുകളിലുള്ള ഗ്രാബ് ഹാൻഡിലൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ ഇക്കോണമി ഗ്രേഡാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും ടച്ച് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ ലോക്കൊക്കെ നമുക്ക് വളരെ നോയ്സിയാണ്. നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇറ്റ് മേക്സ് എ വിയർഡ് സൗണ്ട്. ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു മെയിൻ ഭാഗത്തൊക്കെ അവർ ഒരു ഹണി കോംബ് പോലത്തെ ഒരു ഡിസൈൻ അത് മൽക്കി ഇംപ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. പറയുമ്പോൾ വളരെ സിമ്പിൾ കാര്യങ്ങളും, പക്ഷേ എന്നാലും നിസാൻ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇൻഫാക്ട് ഈ വണ്ടിയുടെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇഷ്ടമാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വൈപ്പർ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിലേക്ക് റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിലത്തെ വൈപ്പർ ഒരു ഓട്ടോമാറ്റിക് സ്വീപ്പ് ചെയ്യും. എക്സ്പെൻസീവ് കാറുകളിലൊക്കെ കാണുന്ന പോലത്തെ ഫീച്ചേഴ്സാണ്, പക്ഷേ അതൊക്കെ ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ വിൻഡോസൊക്കെ കുറച്ച് നേരം കൂടി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഡോർ തുറക്കുന്ന വരെ അതിലൊക്കെ പവർ ഉണ്ടാവും. അപ്പോൾ ദാറ്റ് ഈസ് യൂസ്ഫുൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ വണ്ടിയുടെ ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ വളരെ തോട്ട്ഫുൾ ആയിരിക്കുന്നു. പക്ഷേ അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പവർ വിൻഡോസ് ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വണ്ടി ഓൺ ആക്കണം. വെറുതെ ബാറ്ററി പൊസിഷനിൽ ഇട്ടാൽ ഇത് വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ഫാൻ ബ്ലോവർ നമുക്ക് ആ ബാറ്ററി പൊസിഷനിൽ ഇട്ട് വെറുതെ ഫാൻ മാത്രം ഇട്ടിരിക്കാന്ന് വെച്ചാൽ നടക്കില്ല. പലപ്പോഴും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ആൻഡ് സ്റ്റാർട്ടിംഗ് പ്രൊസീജിയർ തന്നെ വളരെ വീടാണ്. ചില സമയം നമ്മൾ ഈ ബട്ടനൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴേ അത് റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് ന്യൂട്രൽ അല്ലാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മളൊന്നുകൂടി ന്യൂട്രലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഇറ്റ് സ്റ്റിൽ ഡസ് ദ സെയിം തിങ്. അതൊക്കെ ഇത്തിരി അനോയിങ് ആണ്. പക്ഷേ ഇതിൽ ഏറ്റവും അനോയിങ് ഇതിൻ്റെ എഞ്ചിനും ട്രാൻസ്മിഷനുമാണ്. ഇതൊരു 1 ലിറ്റർ 3 സിലിണ്ടറാണ്. ഇതിന് ബേസിക്കലി 2 എഞ്ചിൻസും 1 ലിറ്റർ തന്നെയാണ്, 3 സിലിണ്ടർ തന്നെയാണ്. ഒരെണ്ണത്തിന് ടർബോ ഉണ്ട്, ഒരെണ്ണത്തിന് ടർബോ ഇല്ല. നമ്മൾ വിചാരിക്കുക അത് രണ്ടും സെയിം എഞ്ചിനാണെന്ന്. പക്ഷേ അല്ല, രണ്ടും 2 ഫാമിലിയാണ്. ടർബോ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് അവരുടെ HR സീരീസിലുള്ള കുറച്ചും കൂടിയും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഇത് അവരുടെ B4 എന്ന് പറയുന്ന അവരുടെ ഒരു ഇക്കോണമി സീരീസിലുള്ള ഒരു എഞ്ചിനാണ്. ടർബോ പെട്രോൾ എഞ്ചിൻ യു ഗെറ്റ് 100 bhp ആൻഡ് ട്രാൻസ്മിഷൻ അനുസരിച്ച് യു ഗെറ്റ് 2 ടോർക്ക് ഔട്ട്പുട്ട്സ്. അപ്പോൾ അതായത് മാനുവലിന് യു ഗെറ്റ് 160 Nm, CVTക്ക് അവർ 152 Nm ആയിട്ട് ടോർക്ക് ഒന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ട്രാൻസ്മിഷനിൽ സ്ലിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചെയ്തതായിരിക്കാം. ഈ വേരിയൻറ്റിന് നമുക്ക് 72 bhpയും അതുപോലെ തന്നെ 96 Nm ടോർക്ക് കിട്ടുന്നുള്ളൂ. അത് ഈ ഒരു AMTയുടെ കൂടെ പെയർ ചെയ്യുമ്പോൾ ഇതിന്നിപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും സ്ലോവസ്റ്റ് കാറുകളിലൊന്നാണ്. ഞാനിത് ടൈം ചെയ്ത് നോക്കി. 0 to 60 8 സെക്കൻഡ് എടുക്കുന്നുണ്ട്. അതുപോലെ 0 to 100 ആണെങ്കിൽ 21 സെക്കൻഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിച്ചിറക്കുമ്പോൾ നമുക്കൊരു സ്പീഡിങ്ങിന് ഒരു ഫൈൻ കിട്ടാനുള്ള ഒരു സാധ്യത നിസാൻ ഇപ്പോൾ നല്ലൊരു വണ്ടി ഇറക്കും എന്നുള്ളതിനേക്കാൾ കുറവാണ്. പക്ഷേ പെർഫോമൻസിനേക്കാൾ കൂടുതൽ നമുക്ക് ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഒരു അനോയിങ് ക്യാരക്ടറാണ് നമുക്ക് വളരെ ഇറിറ്റേഷനായിട്ട് തോന്നുന്നത്. കാരണം നമ്മൾ പലപ്പോഴും ആക്സിലേറ്റർ കൊടുക്കുന്നതും ഈ ഗിയർ ചേഞ്ച് വരുന്നതും തമ്മിൽ യാതൊരു കോറിലേഷൻ ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. ചിലപ്പോൾ റിവ്യൂ ഉണ്ടാവും, വണ്ടി ഇറങ്ങുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഒരു സ്ലോപ്പിലൊക്കെയാണ് ചിലപ്പോൾ ബാക്കിലോട്ട് ഇത്തിരി ഉള്ളും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഷിഫ്റ്റ് പോയിൻ്റൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ചിലപ്പോൾ തോന്നുന്ന സമയത്ത് ഷിഫ്റ്റ് ചെയ്യണ പോലെയൊക്കെയാണ് നമുക്ക് തോന്നുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടിയും നന്നായി തോന്നും. അപ്പോൾ ഞാൻ ജിംനിയുടെ കാര്യത്തിൽ പറഞ്ഞു, ജിംനി ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ വണ്ടിയും നന്നാവുന്നത്. ജിംനി വരെ വളരെ നല്ല വണ്ടിയായിട്ട് തോന്നുന്നത് ഇത് ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ്. ജിംനിക്ക് വലിയ പവറില്ല, എഞ്ചിന് വലിയ ഇതില്ല, അല്ലെങ്കിൽ ഗിയർ ബോക്സ് 4 സ്പീഡാണെന്നൊക്കെ പറയുന്ന കുഴപ്പങ്ങളൊക്കെ നമ്മൾ ഇത് ഓടിച്ചു കഴിഞ്ഞാൽ മാറാറുണ്ട്.
അപ്പോൾ ഇതെല്ലാം വളരെ റിലേറ്റീവാണ്. നമുക്ക് ഒരെണ്ണം നല്ലതായിട്ട് തോന്നുന്നത് മറ്റേ എത്രത്തോളം മോശമാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ട്രാൻസ്മിഷൻ നമുക്ക് ഫുൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ 6200 RPM വരെ ഗിയർ ഹോൾഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളൂ. വളരെ നോയ്സിയാണ്. എൻജിൻ റിഫൈൻമെൻ്റ് ഒക്കെ വളരെ മോശമാണ്. ഈ ക്യാബിൻ്റെ ഓവറോൾ സൗണ്ട് ഇൻസുലേഷനൊക്കെ വളരെ മോശമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ള മഴയുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. യൂഷ്വലി നമ്മൾ പല വണ്ടികളിലും നമ്മൾ വിൻ നോയ്സിനെ പറ്റിയിട്ടും ടയർ നോയ്സിനെ പറ്റിയിട്ടൊക്കെ കംപ്ലയിൻറ്റ് പറയും. ഇതിൽ എൻജിൻ നോയ്സ് ഏറ്റവും കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് വിൻ നോയ്സും ടയർ നോയ്സും ഒന്നും അങ്ങനെ കാര്യമായിട്ട് നമ്മൾ കേൾക്കില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും നേരം എഞ്ചിന് വലിയ സൗണ്ട് ഇല്ലാത്ത പോലെ വളരെ മിനിമൽ ത്രോട്ടിൽ കൊടുത്ത് ഓടിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കേൾക്കാത്തത്. വേണമെങ്കിൽ ഒന്ന് കേൾപ്പിച്ച് തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്സലറേഷൻ്റെ ഒരു ഫീലും തരാം. നമ്മളിപ്പോൾ സ്റ്റാൻഡ് സ്റ്റില്ല് വന്നു. ഞാൻ ഇവിടുന്ന് ഫുൾ ആക്സലറേറ്റർ കൊടുത്തേക്കാണ്. ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്തു, അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്തു. സ്പീഡ് വലിയ കാര്യമായിട്ടൊന്നും ആയിട്ടില്ല, 60 എത്തണുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഒരു 0 to 120 എനിക്കൊരു റീൽ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് പറ്റുമോ എന്നല്ല, കാരണം റീലാകെ 30 സെക്കൻഡല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ എഞ്ചിനും ട്രാൻസ്മിഷനും. നമുക്കിതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയാം. സസ്പെൻഷൻ വളരെ ഫേമാണ്. ഇവരിതിനൊരു SUV ക്യാരക്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ചൊന്ന് പൊക്കി. അപ്പോൾ അതുകൊണ്ട് അവരതിന് കുറച്ചും കൂടി ഒരു ഫേം സെറ്റപ്പ് കൊടുത്തു, കുറച്ചും കൂടി ഫേമർ സ്പ്രിങ്സ് കൊടുത്തു. ആൻഡ് അത് നമുക്ക് റൈഡ് ക്വാളിറ്റിയിൽ ഫീൽ ചെയ്യും. റൈഡ് ഒരു ഇത്തിരി സ്റ്റിഫാണ്. നമുക്ക് റോഡിൽ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഒരുവിധം ഫീൽ ചെയ്യണ പോലെയാണ്. ഇറ്റ്സ് നോട്ട് ബാഡ്. നമുക്കിപ്പോൾ ഒരു ഹാച്ച് ബാക്കിന് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സസ്പെൻഷൻ ട്രാവൽ ഉണ്ട്. പക്ഷേ എന്നാലും ഈ സെഗ്മെൻറ്റിലുള്ള മറ്റ് കുഞ്ഞ് SUVകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി റൈഡ് സ്റ്റിഫാണ്. ഒരു സസ്പെൻഷൻ്റെ ഒരു കുഷനിങ് ഫീൽ നമുക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്യില്ല. റോഡ് സർഫസ് ഒക്കെ ശരിക്കും നമുക്ക് എന്താണെന്നുള്ളത് പലപ്പോഴും ഫീൽ ചെയ്യും. അത് സ്പീഡ് അനുസരിച്ച് കുറച്ച് ഇമ്പ്രൂവ് ആവും. ആസ് ഇൻ നമ്മൾ സ്ലോ സ്പീഡിൽ പോകുമ്പോഴാണ് നമുക്ക് സസ്പെൻഷൻ നല്ല ബമ്പിയായിട്ട് തോന്നുക. ഇത്രയും കൂടിയും സ്പീഡിൽ പോകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് അയൺ ഔട്ട് ചെയ്യുന്നുണ്ട്. ബോഡി കൺട്രോളൊക്കെ അത്യാവശ്യം നല്ലതാണ്. നമുക്ക് വണ്ടി ഇത്തിരി ഫേമായിട്ടും ടോട്ടായിട്ടൊക്കെ തോന്നും. ആ ഷാസിയൊക്കെ അത്യാവശ്യം സ്റ്റിഫാണ്. പക്ഷേ എന്നാലും ഇറ്റ്സ് നോട്ട് എ കാർ യു എൻജോയ് ഡ്രൈവിംഗ് ഫാസ്റ്റ്. വലിയ അജൈലായിട്ടൊന്നും തോന്നില്ല. നമ്മളൊരു കോർണറിലേക്ക് ടേണിങ് ചെയ്താലും ഇറ്റ്സ് എ ബിറ്റ് സ്ലോ ടു റെസ്പോണ്ട്. അതിന് ഒരു കാരണം ഈ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് ഒരു ഇത്തിരി സ്ലോ ആണ്. ആൻഡ് സെൻട്രൽ പൊസിഷനിൽ അതിൻ്റെ വെയിറ്റിംഗ് ഒക്കെ കുറച്ച് റോങ് ആണ്. അതുപോലെ തന്നെ വലിയ ഫീലും ഫീഡ്ബാക്ക് ഒന്നുമില്ല. നമ്മളിപ്പോൾ ഈ വണ്ടിയും റെനോ കൈഗറും എസെൻഷ്യലി സെയിം വണ്ടിയാണ്. നമ്മളിത് ബാക്ക് ടു ബാക്ക് ഓടിച്ചു കഴിഞ്ഞാൽ കൈഗർ ഹാസ് എ സ്ലൈറ്റ്ലി സോഫ്റ്റ്വെയർ സെറ്റപ്പ്. കുറച്ചും കൂടി ബെറ്റർ ബാലൻസ്ഡ് സെറ്റപ്പ് സസ്പെൻഷൻ കൈഗറിൻ്റെയാണ്. ഇതിൻ്റെ ബ്രേക്ക് ഡിസ്ക് ഒക്കെ വളരെ ചെറുതാണ്. നമ്മൾ അലോയിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു കുഞ്ഞു പാത്രം പോലെ, നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പലപ്പോഴും ബീഫ് ഫ്രൈ ഒക്കെ പറയുമ്പോൾ ഒരു കുഞ്ഞു പാത്രത്തിൽ കൊണ്ട് തരൂലേ, അതേപോലെ കുഞ്ഞ് ബ്രേക്ക് ഡിസ്കുകളാണ്. പക്ഷേ ദി സ്റ്റോപ്പ് ദ കാർ വെൽ. നമുക്ക് ആദ്യം ഇതിൻ്റെ പെഡലിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന് ബൈറ്റ് ഇല്ല നമ്മൾ വിചാരിക്കും. പക്ഷേ എന്നാലും സ്റ്റോപ്പിംഗ് പവർ ഉണ്ട്, അഡിക്വേറ്റ് ആണ്. 195 സെക്ഷൻ ടയേഴ്സാണ്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് സ്റ്റോപ്സ് റിയലി വെൽ. അതുകൊണ്ട് അതിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് വലിയ കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. അപ്പോൾ അതൊക്കെയാണ് മാഗ്നൈറ്റിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് 2 അഡ്വൈസാണ് പറയാനുള്ളത്. ഒന്ന്, ബൈ സം അതർ വേരിയൻറ്റ്. ഈ ഒരു AMT മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ വണ്ടി ഓടിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ബട്ട് അതർവൈസ് യു വിൽ നോട്ട് ലൈക്ക് ഇറ്റ്. ഇതിൻ്റെ മാനുവൽ മേടിച്ചാലും കുഴപ്പമില്ല, ഇതിൻ്റെ ടർബോ പെട്രോൾ മേടിച്ചാലും കുഴപ്പമില്ല. ടർബോ പെട്രോൾ CVTക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദ വൺ ടു ഗോ ഫോർ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വാങ്ങരുത്. ഇതിന് ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നുണ്ട്. സോ ദാറ്റ്സ് ദ വൺ ടു വെയിറ്റ് ഫോർ. വേറെ ഒരു മാസം ഉപയോഗിച്ചപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. വേറെ റാറ്റ്ലിസും കാര്യങ്ങളൊന്നും ഡെവലപ്പ് ചെയ്തിട്ടൊന്നുമില്ല. കുറേ അബ്യൂസൊക്കെ കണ്ട വണ്ടിയാണ്. ഫ്യൂൽ എഫിഷ്യൻസി ഹാസ് ബീൻ ഗ്രേറ്റ്. 16-17 ഒക്കെ നമുക്ക് ആവറേജ് കിട്ടാറുണ്ട്. ഇപ്പം MIDയിൽ 20+ കാണിക്കുന്നുണ്ട് കുറേ നേരമായിട്ട് ഓടിക്കുമ്പോൾ. ഇപ്പോൾ ഈ AMTയുടെ ഒരു വിയർഡ് നേച്ചറിനോടും ഞാൻ കുറേയൊക്കെ യൂസ്ഡായി. അപ്പോൾ അതുകൊണ്ട് ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ അനോയിങ് ആണ്. പക്ഷേ എന്നാലും കുറച്ച് ഓപ്പൺ റോഡ്സിലൊക്കെ ഓടിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ആൻഡ് ആ ഒരു ട്രാൻസ്മിഷൻ നമ്മൾ ആ ഒരു അലവൻസ് കൊടുത്ത് വലിയ സ്പീഡിലൊന്നും പോകണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ആൻ ഓക്കെ കാർ. ഒരു ഫസ്റ്റ് ടൈം കാർ എന്നുള്ള രീതിയിൽ മാഗ്നൈറ്റ് ഈസ് എ ഡീസൻറ്റ് ചോയ്സ്. ലൈക്ക് ഐ സെഡ്, നല്ല വേരിയൻറ്റ് വാങ്ങുക, ഫേസ് ലിഫ്റ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.